ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഓഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. മുമ്പ് ഞാൻ പല ഓഡിയോകളും ചെയ്തിട്ടുണ്ട്. എങ്കിലും അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളതിൽ ചെയ്തിട്ടുള്ള ഓഡിയോയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അസന്നിഗ്ധമായിട്ട് അതിൽ പറഞ്ഞു. ദൈവാത്മാവ് പറഞ്ഞു തന്നതുപോലെ ആ കാര്യങ്ങൾ പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ള ഒരു ചിന്ത കൂടി നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. മുമ്പുള്ള ഓഡിയോകളിൽ പങ്കുവച്ചു എന്നാണ് എൻ്റെ വിചാരം. എങ്കിലും നമുക്കറിയാം, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, ലാസ്റ്റ് ദൂതൻ ദാനിയേലേ, നീ ഇപ്പോൾ പോയിക്കൊള്ളുക, ഇത് അന്ത്യകാലത്തേക്കുള്ളതാണ് ഈ പ്രവചനം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് മുതൽ 1290 ദിവസം ചെല്ലും എന്നവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് അന്ത്യകാലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു ഭാഗം അവിടെ ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുകയാണ്, വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നുള്ള ഒരു സംഗതി, അബോമിനേഷൻ ഓഫ് ഡെസൊലേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത്. വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ജെറുസലേമിൽ പണ്ട് കാലത്ത്, പുരാതന കാലത്ത് ടെമ്പിൾ മൗണ്ടാണ് വിശുദ്ധ സ്ഥലമായിട്ട്. കാരണം അവിടെയാണ് ദൈവത്തിൻ്റെ പേരിൽ ഉള്ള 2 ആരാധനാലയങ്ങളും സ്ഥാപിക്കപ്പെട്ടത് അവിടെയാണ്. ഒന്ന് ശലോമോൻ രാജാവിൻ്റെ കാലത്ത്, പിന്നെ അതിന് ശേഷം നെബൂഖദ്നേസർ രാജാവ് ഇവരെ കൊണ്ടുപോയി പിന്നീട് ദാനിയേലിൻ്റെ കാലത്ത് അവരെ തിരിച്ച്, ദാനിയേൽ പ്രവാചകൻ്റെ കാലത്ത് അവരെ തിരിച്ച് വരുത്തിയ ശേഷം അവർ 2ാമത്തെ ടെമ്പിൾ കൂടി അവിടെ പണിതു. അപ്പോൾ ആ സമയത്തും ഒക്കെ പിന്നീട് ആ ഒരു ടെമ്പിളാണ് പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം AD 70 മുമ്പായിട്ട് ആ സമയങ്ങളിൽ അത് തകർക്കപ്പെട്ടത്, റോമൻ ഭരണകാലത്ത്. അപ്പോൾ ഈ 2 ടെമ്പിൾ നിന്ന ആ സ്ഥലത്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ 10-600 വർഷത്തിന് ശേഷം മറ്റൊരു പ്രധാന മതമായ ഇസ്ലാമിൻ്റെ ഡോം ഓഫ് ദി റോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മോസ്ക് അവിടെ സ്ഥാപിക്കാനായിട്ട് ഇടയെത്തുന്നു. ഇൻഫാക്റ്റ് 2 ഇതുണ്ട്, ഡോം ഓഫ് ദി റോക്ക് ഉണ്ട്, പിന്നെ അൽ അക്സ മോസ്ക്, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ടെമ്പിൾ മൗണ്ടിലാണ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ വിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ അതിൻ്റെ പ്രാകാരം, അതിവിശുദ്ധ സ്ഥലം, ഈ പറഞ്ഞ പുരാതന കാലത്തുണ്ടായിരുന്ന ആ ദേവാലയത്തിൻ്റെ ആ പ്രദേശമെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ മുസ്ലിങ്ങളുടെ ആരാധനാലയത്തിന് വേണ്ടിയിട്ട് അത് പോയി. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് മാത്രമേ അത് കൂട്ടി യോജിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഈ ഭൂമിയിലില്ല വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ഈ പ്രവചനം നടക്കുന്ന കാലത്ത്, ദാനിയേൽ പ്രവാചകൻ്റെ കാലഘട്ടം എന്ന് വെച്ചാൽ നമുക്കറിയാം, അത് BC-യിലാണ്. BC-യിൽ ഈ പറഞ്ഞതുപോലെ കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ്, 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ദാനിയേൽ പ്രവാചകൻ ജീവിച്ചിരുന്നത്. അപ്പോൾ ആ സമയം തൊട്ട് അന്ത്യകാലത്ത് സംഭവിക്കേണ്ട പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് സമയത്ത് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് അന്ത്യകാലം വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വർഗരാജ്യം വളരെയധികം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അന്ന് പ്രസംഗങ്ങളും മറ്റ് ഉപദേശങ്ങളെല്ലാം നടന്നത്. അപ്പോൾ അന്ന് മുതൽ അന്ത്യകാലമാണ്. അപ്പോൾ ഈ 12,000 വർഷമായിട്ട് ദൈവത്തിൻ്റെ കണ്ണിൽ അത് അന്ത്യകാലമായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ
അപ്പോൾ ആദ്യകാലത്തിൻ്റെ ആ സമയങ്ങളിലാണ് ഈ പറഞ്ഞ സംഗതികൾ, അതായത് മറ്റൊരു മതത്തിൻ്റെ ആരാധനാലയങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെടുന്ന സംഗതി നടക്കുന്നത് ഈ അന്ത്യകാലത്താണ്. അപ്പോൾ അത് മുതൽ 1290 ദിവസം ചെല്ലും എന്നവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1290 ദിവസം ചെല്ലും. അപ്പോൾ നമ്മൾ പിന്നീട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആരാധനാലയങ്ങളിൽ ഈ പറഞ്ഞ മതവിഭാഗത്തിൻ്റെ ആലയങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടത് ഏകദേശം AD 688 മുതൽ 692 വരെയുള്ള കാലഘട്ടത്തിൽ ഇടയ്ക്കാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു രണ്ടിനും ഇടയിലായിട്ട് ഒരു 690 എന്നൊരു കാലഘട്ടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ 690 മുതൽ 1290 ദിവസം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തിൻ്റെ ഒരു പ്രവചന സ്വഭാവത്തിൽ ഈ ദിവസങ്ങൾ എന്നുള്ളത് മിക്ക സംഗതികളിൽ അത് പ്രവചന സ്വഭാവം വരുമ്പോൾ ഓരോ ദിവസവും ഓരോ വർഷമായിട്ട് കണക്കാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ ദിവസം ഓരോ വർഷം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 1290 ദിവസം എന്ന് പറയുന്നത് 1290 വർഷമാണ്. അപ്പോൾ 1290 വർഷം പ്ലസ് ഈ AD 690 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1980 എന്നൊരു കാലഘട്ടം നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 1980, 82 ആ കാലഘട്ടം. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത സെൻറ്റൻസ് ദാനിയേൽ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ, അതായത് അവസാനത്തെ അധ്യായത്തിൽ പറയുന്നത് പിന്നെ ഇതിന് ശേഷം വരുന്ന മറ്റൊരു കണക്ക് 1335 ദിവസം വരെ കാത്ത് സൂക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്നവിടെ ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 1290 ആദ്യം പറഞ്ഞു, പിന്നെ പറയുന്നു 1335. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ 45 ദിവസമാണ്. 45. അപ്പോൾ 45 ദിവസം ലിറ്ററൽ മീനിങ് അല്ലാതെ നമുക്ക് അത് ഇയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 45 വർഷം കൂടി ഇതിന് കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 1980 അല്ലെങ്കിൽ 82 പ്ലസ് 45 വരുമ്പോൾ കിട്ടുന്ന വർഷം എന്നുള്ളത് 2025 തൊട്ട് 2027 എന്നുള്ള കാലഘട്ടമാണ്. ഞാൻ ആദ്യം പറഞ്ഞു AD 688 മുതൽ AD 692 വരെയാണ് ആ ഒരു സംഗതി കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ 25 എന്നുള്ളത് 2 വർഷം പുറകിൽ നിന്ന് തൊട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും. അതായത് 2023 മുതൽ 2027 വരെ ഉള്ള 4 വർഷങ്ങൾക്കിടയിൽ എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അതൊന്ന്. രണ്ടാമത്തേത്, നമുക്കറിയാം, മുമ്പ് പല ഓഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ശൂന്യമാക്കുന്ന മിളച്ചത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടാമത്തെ ടെമ്പിളിൻ്റെ കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ എന്ത് നല്ല പണി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ ആശ്ചര്യപ്പെട്ട് ചോദിക്കുമ്പോൾ, നീ ഇത് ഇത്ര വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നു, ഇത് കല്ല് ശേഷിക്കാതെ ഇത് മുഴുവൻ ഇടിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശുദ്ധ സ്ഥലം അതല്ല. ഇനി പുതിയ നിയമ കാലഘട്ടത്തിൽ വരുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ദൈവം വസിക്കുന്ന വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും ശരീരവും അവൻ്റെ ഹൃദയവുമാണ്, അല്ലെങ്കിൽ മനസ്സും ഹൃദയവുമാണ് എന്ന് കൃത്യമായിട്ട് അവിടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഹോളി സ്പിരിറ്റ് വസിക്കുന്ന ഇടം, അത് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയം അവിടെയാണ്. അതാണ് വിശുദ്ധ സ്ഥലം. ഇന്ന് ലോകത്തിലുള്ള വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ വസിക്കുന്ന ഇടമാണ്. അത് നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരങ്ങളിലാണ്. അപ്പോൾ ഈ ശരീരത്തെ ശൂന്യമാക്കുന്ന മിളച്ചത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ശൂന്യമാക്കുന്ന മിളച്ചത, അപ്പോൾ നമ്മുടെ ശരീരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംഗതി. അത് നമുക്കറിയാം, മുമ്പ് പറഞ്ഞു വന്നു, ലോകമാസകലം വന്ന ഒരു വലിയൊരു ചതിയായിട്ടുള്ള ഒരു വലിയൊരു കുത്തിവെപ്പിൻ്റെ ഒരു ഇഞ്ചക്ഷൻ്റെ ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞു പോയത്. അപ്പോൾ പ്രധാനമായിട്ട് അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ജപ്പാൻ, പിന്നെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, ഇസ്രായേൽ എന്നിങ്ങനെ പ്രധാന രാജ്യങ്ങളിലെല്ലാം ഈ കൊടുത്തിട്ടുള്ള കുത്തിവെപ്പുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് കൊടുത്തിട്ടുള്ളത് അവരെല്ലാം mRNA വാക്സിൻസാണ്. mRNA ടെക്നോളജിയിലുള്ള മെസ്സഞ്ചർ RNA. അത് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം ഇതെന്താണ് സംഗതി എന്ന്. അതായത് DNA സ്ലൈസിങ് ആണ്
അവരതിന് തിരഞ്ഞെടുത്തിട്ടുള്ള മാർഗ്ഗങ്ങൾ. അതായത് DNA, അതായത് ബേസിക് ആയിട്ടുള്ള ഒരു ജീവിയുടെ അവൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള, അതായത് ദൈവം തമ്പുരാൻ അവൻ്റെ ഉള്ളിലാക്കി കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിജിറ്റൽ കോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് DNA എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ DNAയിൽ മനുഷ്യൻ കത്തി വെച്ചിട്ട് അത് DNA കട്ട് ചെയ്തിട്ട് ഇവൻ്റെ ആർട്ടിഫിഷ്യലായിട്ടുള്ള സംഗതി കയറ്റി വിടുകയാണ്. അപ്പോൾ ഈ നമുക്ക് ഞാൻ മുമ്പ് പല ഓഡിയോകളിലും അത് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം എന്താണ് ഈ നോഹയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ലോത്തിൻ്റെ കാലഘട്ടത്തിൽ, അവിടെ ആ കാലഘട്ടത്തിൽ നടന്ന പാപത്തിൻ്റെ പ്രധാന സംഗതി, പ്രത്യേകിച്ച് നോഹയുടെ കാലഘട്ടത്തിൽ നടന്നത് പാപത്തിൻ്റെ പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഓഫ് സ്പ്രിങ് വേറൊരു പ്രത്യേക ടൈപ്പ് ജീവി ഉണ്ടായി വരികയാണ്. അത് ദൈവം തമ്പുരാൻ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. DNA ടാമ്പറിങ് ഒരിക്കലും കർത്താവ് അനുവദിക്കത്തില്ല എന്ന് ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പഴയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതേ പാപമാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. DNA ടാമ്പറിങ് കോടാനുകൂടി ആളുകളെ ചതിച്ചു കളഞ്ഞു. അവരെ മനുഷ്യനെന്ന ബേസിക് ആയിട്ടുള്ള ഒരു വിളിക്ക് യോഗ്യരാകാത്ത രീതിയിൽ അവരെ ചതിച്ചു കളഞ്ഞ കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 2-3 വർഷക്കാലം. അപ്പോൾ അത് തുടങ്ങിയത് എപ്പോഴാണ്? അത് തുടങ്ങിയത് നമ്മൾ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ 2021 തുടങ്ങുന്ന സമയം മുതൽ, ജനുവരി മുതലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ 2021 ജനുവരി മുതൽ എന്ന് നമ്മൾ കണക്കാക്കിയാൽ ശൂന്യമാക്കുന്ന നമ്മളെ വിശുദ്ധ സ്ഥലത്ത് കാണുമ്പോൾ ഈ രണ്ടാമത്തെ 1335 ദിവസം എന്നുള്ളത് നമ്മൾ ആ ലിറ്ററൽ മീനിങ്ങിൽ തന്നെ നമ്മൾ എടുത്താൽ 1335 / 365 നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 3 വർഷവും പിന്നെ ഏകദേശം 8-8.5 മാസം എന്ന കണക്കാണ് കിട്ടുന്നത്. 3 വർഷം 8-8.5 മാസം. അപ്പോൾ 3 വർഷം എന്ന് പറഞ്ഞാൽ 2021 ഫുൾ നമുക്ക് എടുക്കാം, 22, 23 3 വർഷം കഴിഞ്ഞു. പിന്നെ 8.5 മാസം, അത് 2024 2024 8-8.5 മാസം എന്ന് വെച്ചാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോൾ നമ്മളറിയാം, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് എന്ന് പറയുന്നത് ജൂലൈ 10-ാം തീയതിയാണ്. അപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസം, അതിൻ്റെ അടുത്ത മാസം പകുതി എന്നുള്ളൊരു കണക്കും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇതിനെ കൃത്യമായിട്ട് അടുത്ത മാസം തന്നെ എന്തൊക്കെയോ സംഭവിക്കുന്നുള്ള രീതിയിൽ 100% കൃത്യതയോടുകൂടിയല്ല പറയുന്നത്. പക്ഷേ 2 വർഷം മുമ്പേ തന്നെ കർത്താവ് ഇതിനെക്കുറിച്ച് വചനത്തിൽ ഞാൻ പഠിക്കുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ മനസ്സിലൊരു ഹൃദയത്തിൽ ഇട്ട് തന്നു. അടുത്തുള്ള അറിയാവുന്നവരോടൊക്കെ അതൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു സംഗതി, ഇങ്ങനെ ഒരു കാലദൈർഘ്യം കിട്ടിയതായിട്ട് മനസ്സിലാക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. ഇത് എന്തോ സംഭവിക്കുന്നത്, എന്തോ സംഭവിക്കില്ല എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. എങ്കിലും ആ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് ഇത് തരട്ടെ എന്ന് മാത്രമാണ് താല്പര്യപ്പെടുന്നത്. കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. കർത്താവ് സഭയെ ചേർക്കുന്നതിനുള്ള കാലഘട്ടത്തിൻ്റെ ആ ഒരു ദൈർഘ്യം, അത് എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. പിന്നെ ആത്യന്തികമായിട്ട് അത് ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമാണ്. മനുഷ്യർക്ക് അതിൽ യാതൊരു കാര്യമില്ല. പക്ഷേ ഇത്തരം ചില കോയിൻസിഡൻസ് അല്ലെങ്കിൽ ഇത്തരം ചില കൂട്ടിച്ചേർക്കലുകൾ അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് കിട്ടുന്ന ഈ കാലഘട്ടത്തെയും പഴയ നിയമ കാലഘട്ടത്തെയും ആയിട്ടുള്ള ചില സംഭവങ്ങളുമായിട്ട് ചേർത്തിട്ടുള്ള ചില സംഭവങ്ങൾ ഒരുമിച്ച് വരുന്നത് വളരെ സ്ട്രേഞ്ചായിട്ട് തോന്നുന്നുണ്ട്. എനിവേ, അങ്ങനെ ഇത് ഇൻഫാക്റ്റ് ഇതൊരു സത്യമായിട്ടുള്ള സംഭവമാണ്. വളരെ അടുത്തിരിക്കുന്ന ദിവസങ്ങൾ മാത്രമേ ഒക്കെ ഇനി ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഒരുങ്ങേണ്ട, ഒരു നിമിഷം പോലും കളയാതെ ഈ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിച്ച് ഒരുങ്ങേണ്ട സമയങ്ങളല്ലേ ഇത് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു ഓഡിയോ ചെയ്യുവാനായിട്ട് ഇടയിൽ തീർന്നത്. അതെന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റ് ആ സമയങ്ങളിൽ കർത്താവിൻ്റെ വരവാകും എന്നുള്ള രീതിയിൽ പരിപൂർണമായിട്ട് ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ട് പറയല്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് ഈ 2 സംഗതികൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മാത്രമല്ല, ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പോലും കർത്താവിൻ്റെ കണക്ക് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അതൊരു പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് മനുഷ്യർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും കർത്താവിൻ്റെ തിരിച്ചു വരവ് അല്ലെങ്കിൽ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്ന, അല്ലെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും അത് സംഭവിക്കാം എന്നുള്ളത് വളരെ കൃത്യമാണ്. അത് സംഭവിച്ചതിന് ശേഷം മാത്രമേ ഒരുപക്ഷെ അനേകർ അതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് നിമിഷവും കർത്താവിൻ്റെ വരവിന് വേണ്ടി സഭയായിട്ട് തിരുസഭയെടുക്കുമ്പോൾ ആ സഭയുടെ ഭാഗമായിട്ട് ദൈവസന്നിധിയിലേക്ക് മധ്യാകാശത്തേക്ക് കടന്നു പോകാൻ തക്കവണ്ണം നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കണം എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ്, അത്യാവശ്യകതയാണ്
ഇത് കൂടിയൊക്കെ ബോധ്യമാകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സന്ദേശം ഇവിടെ നിർത്തുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് പരിപൂർണമായിട്ട് ഇത് തന്നെയാണെന്ന് സ്ഥാപിക്കുകയല്ല, പക്ഷേ നിങ്ങളുടെ ഒരു ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടിമിന്നൽ വരാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ വരവ് വളരെ വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളത് ആത്മാവിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സമ്പൂർണ്ണമായിട്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങളിത് കേൾക്കുന്ന ഈ നിമിഷം തന്നെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ലോകത്തിലുള്ള സകലത്തിനെയും ചപ്പും ചവറുമായിട്ട് എണ്ണി ദൈവത്തോട് കർത്താവിനോട് അപേക്ഷിച്ച് കർത്താവെ എന്നെ കൈവിടല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന, ഒരു നിലവിളി ഉള്ളിൽ നിന്ന് വരുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മളെ കൈവിടില്ല. കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നതും നമ്മളെ ഒരുക്കി നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടാൻ വേണ്ടിയിട്ടല്ല, ദൈവസന്നിധി ചേർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ ഒരു പ്രത്യാശയോടുകൂടി നീതിയുള്ളവരായിട്ട് നന്ദിയുള്ളവരായിട്ട് തിരുസന്നിധിയിലേക്ക് താഴ്ത്തി നമുക്ക് ആ വരവിന് വേണ്ടി ഒരുങ്ങാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.